ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ട് ഇരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്. അതിന് കാരണമായിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടിയാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ വലിയൊരു ചേഞ്ച് വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അതെല്ലാം തകർന്നടിഞ്ഞ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് കാരണമായിട്ടുള്ളത് മൂന്നാമതൊരു വ്യക്തിയുടെ സ്വാധീനമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണുന്നത്. അതായത് വളരെയധികം നെഗറ്റീവ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഒരുപാട് നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടത്തിവിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തകരുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു വുമണാണ്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ അമ്മയായിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മുതിർന്ന സ്ത്രീ, നിങ്ങളുടെ ഫാമിലിയിലെ ഒരു മുതിർന്ന സ്ത്രീ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക. എന്തായാലും ഈ ഒരു സ്ത്രീ നിമിത്തമാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോകുന്നതിന് കാരണമായത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്ട്രോങ് ആയി മാറിയതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. കാരണം ഈ ഒരു സെപ്പറേഷൻ്റെ സമയത്തായിരിക്കാം നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞത്. കാരണം ഇത്രയും നാൾ അവർ ആ തേർഡ് പാർട്ടിയുടെ വാക്കുകളായിരുന്നായിരിക്കാം കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ തിരിച്ചറിവുകൾ വന്നതായിട്ട് കാണുന്നു, എന്തൊക്കെയോ ആ ഒരു വ്യക്തി തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് അവരുടെ സ്നേഹം നിങ്ങളുമായിട്ട് കൈമാറി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണമെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതാണ് നമുക്ക് ഇവരുടെ എനർജിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ എനർജിയിൽ. ആ ഒരു പേഴ്സൺ എത്രയും നാൾ ആ ഒരു തേർഡ് പാർട്ടിയെ വളരെയധികം വിശ്വസിച്ചിരിക്കാം. ഒരുപക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ അമ്മയായിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പവറുള്ള ഒരു സ്ത്രീ. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ വാക്കുകളായിരുന്നു ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സൺ കേട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി എന്തൊക്കെയോ ഡിസിഷൻ എടുത്തതായിട്ടാണ് കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു സ്പിരിച്വൽ യൂണിയനാണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു പേഴ്സണെയും പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു കപ്പ് ആ ഒരു പേഴ്സണ് കൊടുക്കാനായിട്ട്, അതായത് മറ്റാരും എൻ്റെ ലൈഫിൽ വേണ്ട, എനിക്ക് എൻ്റെ പേഴ്സൺ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെയും കാത്ത് വളരെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കരഞ്ഞ് നിങ്ങളുടെ ആ ഒരു നിങ്ങളൊരു സൈലൻറ്റ് മോഡിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം. ആദ്യമേയൊക്കെ നിങ്ങൾ വളരെയധികം ചേസ് ചെയ്ത് ഈ ഒരു പേഴ്സൻ്റെ പുറകെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റിംഗ് ആണെന്നാണ് കാണുന്നത്. കാരണം എന്ത് വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യാനായിട്ട് ഒരുക്കമാണ് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിക്കാനായിട്ട് നിങ്ങൾ ഒരുക്കമായിരിക്കാം. അല്ലെ അതിന് വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾ റെഡി ആയിരിക്കാം.
അത് കാരണം നിങ്ങൾക്ക് ലൈഫിലൊരു വിരസതയാണ്. നിങ്ങൾക്കൊന്നിനും ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. കാരണം എപ്പോഴും ആ ഒരു പേഴ്സൻ്റെ ആ ഒരു ചിന്തകളും ആ ഒരു മെമ്മറീസും ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ എത്രയൊക്കെ സന്തോഷങ്ങൾ ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ ഒന്ന് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞത് ഈ ഒരു പേഴ്സൻ്റെ ആബ്സെൻസ് ആണ്. എന്തായാലും ആ ഒരു വ്യക്തി കൂടി വന്നാൽ മാത്രമേ എൻ്റെ ആ ഒരു ലൈഫ് സന്തോഷത്തിലെത്തൂ എന്നുള്ള രീതിയിലാണ് നിങ്ങളിരിക്കുന്നത്. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയെ വളരെയധികം പ്രിഷ്യസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരാളാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു സങ്കടം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ വളരെയധികം സ്നേഹമുള്ള ഒരാളായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം പോലും നോക്കാതെ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപാട് സഹിച്ചു നിന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സൺ അതെല്ലാം മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ആ ഒരു പ്രസൻസും നിങ്ങളുടെ ആ ഒരു കരുതലും സ്നേഹവും എല്ലാം തന്നെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. സമയം മാറുകയാണ്. പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് തന്നെ വലിയൊരു മനംമാറ്റമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു തകർന്നു പോയ ജീവിതം വീണ്ടും വാല്യൂ ഉള്ളതാക്കി മാറ്റണം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുന്നത്. നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. ഇവിടെ ആ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ പോലും നിങ്ങളെ ആ ഒരു വ്യക്തി കൈവിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ടായിരുന്നപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി നെഗറ്റീവ് എനർജീസ് എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടത്തി വിട്ടപ്പോൾ പോലും, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വാക്ക് കേട്ടപ്പോൾ പോലും അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കതാണ് ഇവിടെ കാണാൻ സാധിക്കും. അവർ ആ ഒരു പേഴ്സൺ നിങ്ങളെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. അതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചേക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയിരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ വളരെയധികം സ്ട്രോങ് ആക്കണമെന്ന് ഈ ഒരു പേഴ്സൺ കരുതുന്നു. അതിനു വേണ്ടിയിട്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചേക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്ന് നിങ്ങളുടെ ആ ഒരു ലൈഫ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിക്കാനും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനുമാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം വളരെയധികം സൂക്ഷിച്ച്, വളരെയധികം പതുക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇമോഷൻസ് ഒന്നും പുറത്തു പോകരുത്. അവരുടെ സ്നേഹവും അതെല്ലാം വളരെയധികം സൂക്ഷിച്ച് നിങ്ങളുടെ അരികിലേക്ക് വന്ന് അവരുടെ സ്നേഹം നിങ്ങൾക്ക് കൈമാറണമെന്നാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കരുതുന്നത്. അതായത് നിങ്ങളുമായിട്ടൊരു സ്പിരിച്വൽ യൂണിയൻ. കാരണം ഒരുപാട് മനസ്സിലാക്കലുകൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. ഒരുപാട് ആ ഒരു തേർഡ് പാർട്ടിയുടെ വാക്കുകൾ കേട്ട ഒരു സന്ദർഭം തന്നെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എല്ലാം തിരിച്ചറിഞ്ഞാണ് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഹൃദയം നിങ്ങൾക്ക് കൈമാറാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം പോസിറ്റീവായിരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ആ ഒരു ലൈഫ് ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തൂ. നീ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഒരു ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുകയാണ്. നീ എവിടെയാണെന്നും നിന്നെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും
ഞാൻ അറിയുന്നുണ്ട്. നീ കരുതുന്നുണ്ടായിരിക്കാം ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നിന്നെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ നീ കരുതുന്നുണ്ടായിരിക്കാം. പക്ഷേ നിന്നെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്, നിൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ സിറ്റുവേഷൻസും. എനിക്ക് നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു. കാരണം നീ കൂടെ ഇല്ലാത്തത് എനിക്ക് വളരെയധികം ഒരു വിഷമമാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ചുറ്റിനും ഒരുപാട് സന്തോഷങ്ങളുണ്ടെങ്കിലും നീ എന്നുള്ള വ്യക്തി കൂടെ ഇല്ലാത്തത് എന്നെ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നടന്ന പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വിട്ട് നീയുമായിട്ട് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഇനി നിൻ്റെ അടുക്കലേക്ക് വരാനായിട്ട് പോകുന്നത്. ഒരു പുതിയ ചാപ്റ്റർ. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? നിങ്ങളുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ എന്തെങ്കിലും ജോബ് സെറ്റായിട്ടുണ്ടായിരിക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ വന്ന ആ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് പോവുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ആണ് വരുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റി ആണ് വരുത്താനായിട്ട് പോകുന്നത്. അത് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ കരിയറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവുക. എന്തോ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇത്രയും നാൾ വളരെയധികം ഫിനാൻഷ്യലി ബുദ്ധിമുട്ടിയതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിൽ അത് വലിയൊരു ചേഞ്ചാണ് വരുത്താനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ആ ഇത്രയും നാൾ നിങ്ങൾ ഇത്രയും നാൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പം അതിനൊക്കെയുള്ളൊരു റിലീഫായിരിക്കാം ഇപ്പോൾ വന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ട് സഹായിക്കും. അത് നിങ്ങളുടെ ലൈഫിന് ഒരു സക്സസ്സിലേക്ക് എത്തുന്നതിന് നിങ്ങളെ വളരെയധികം സഹായിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത് റിലേഷൻഷിപ്പ് വൈസ്? ഈ ഒരു സമയം നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. ഈ ഒരു സമയം നിങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാനായിട്ട് കഴിയൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് തെറ്റുകൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ ക്ഷമിക്കുക. ഈ ഒരു സമയം നിങ്ങൾ ഫോർഗീവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളൊരു മെൻറ്ററെ സമീപിക്കാവുന്നതാണ് നിങ്ങൾക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ പാസ്റ്റിലെ ഇഷ്യൂസ്, നിങ്ങൾക്കുണ്ടായ ആ ഒരു മുറിവുകളെല്ലാം തന്നെ ഈ ഒരു സമയം ഹീൽ ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ റെസ്റ്റാണ് ആവശ്യം. നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഹീൽ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ റെജുവിനേറ്റ് ആകാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ ആ പാസ്റ്റിലെ മുറിവുകളെല്ലാം തന്നെ ഹീൽ ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. മറ്റുള്ളവരെയും സ്നേഹിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പിന് ഒരു മെൻറ്ററെ സമീപിക്കാവുന്നതാണ് ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട്. ഒരു കാർഡ് കൂടെ നോക്കട്ടെ. പാസ്റ്റിൽ നിന്ന് നിങ്ങൾ ഫ്യൂച്ചറിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ഓൺ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
പാസ്റ്റിൽ ഒരുപാട് ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. ആ ഒരു പ്രോബ്ലംസ് എല്ലാം അവിടെ വിടുക. നിങ്ങൾ നിങ്ങളെ ഹീൽ ചെയ്ത് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് തന്നെ നടന്ന് നീങ്ങുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ, അതായത് ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, എന്ത് നേടണമെങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു മാനിഫെസ്റ്റേഷൻ ഈ ഒരു പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് അതൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നമുക്ക് നോക്കാം. ഹെൽത്ത് ഇഷ്യൂസ്, ബട്ടർഫ്ലൈസ്, മൂലം, പൂരാടം, ലെറ്റർ ടി, 1973, ഉത്രാടം, ഈഗോ, സെൻസിറ്റീവ്, ഫോട്ടോഗ്രാഫി, പൂരുരുട്ടാതി, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, മേടം, മൂന്നാറ്, മ്യൂസിക്, നമ്പർ 5, 2002, ലെറ്റർ ജെ, 33, യെസ് പോസിബിൾ, മീനം, നമ്പർ 4, മെറൂൺ, തുലാം, ദുബായ്, 1998, പൂരം നക്ഷത്രം, നമ്പർ 10, ലെറ്റർ വി, ലെറ്റർ കെ, ലെറ്റർ 28, 2 months, ചാരിറ്റി, 1974, നമ്പർ 1, ഇമോഷണൽ, 2 weeks, ജാനുവരി, യെസ് പോസിബിൾ, സോഷ്യൽ മീഡിയ, 1992, ജൂൺ, എറണാകുളം, 1 week, ടുമോറോ, ഷോർട്ട് ഹെയർ, തൃശ്ശൂർ, ലെറ്റർ സെഡ്, നവംബർ, ലെറ്റർ ആർ, ലെറ്റർ എൽ, 1982, അനിഴം, 30, മാർച്ച് 2031, ലെറ്റർ ഡബ്ല്യു, ബാംഗ്ലൂർ, അബുദാബി, 40, വയനാട്, കാർത്തിക നക്ഷത്രം. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. നമുക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിയപ്പോൾ തന്നെ ബോട്ടം എനർജി 2 of Cups ആണ് വന്നത്. വളരെയധികം പോസിറ്റീവാണ്. ഇവിടെ ഒരു സ്പിരിച്വൽ യൂണിയനാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നടക്കാൻ പോകുന്നത്. ഇത് ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.